നമസ്കാരം. വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ, കഴിഞ്ഞ ദിവസം നമ്മളാണ് ആദ്യമായി ഈ CPM-നകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെന്നും അത് ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് കൊണ്ടാണ് ഈ CPM-നകത്തെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരാത്തതെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. അതെനിക്ക് തോന്നുന്നു നമ്മൾ തന്നെയാണ് ഏറ്റവും ആദ്യം CPM-നകത്ത് വൻ പൊട്ടിത്തെറിക്ക് സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് അതിൻ്റെ ഒരു തുടക്കം എന്ന വണ്ണം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയിരിക്കുകയാണ്. അവിടെ പകരമായിട്ട് TP മുൻ മന്ത്രിയൊക്കെ ആയിട്ടുള്ള TP രാമകൃഷ്ണന് പകരം ചുമതല നൽകിയിട്ടുണ്ട്. ഈ CPM-നകത്ത് ഇപ്പോൾ EP ജയരാജനെ മാറ്റിയത് കൊണ്ട് മാത്രം CPM-നകത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം പ്രശ്നങ്ങളുടെ എല്ലാം ആരംഭവും അവസാനവും ആരിലാണ് എന്നും എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷേ ഈ EP ജയരാജനെ മാറ്റിയത് കൊണ്ട് CPM-നകത്ത് എന്താ സംഭവിക്കാൻ പോവുക? അല്ല, EP ജയരാജനെ മാറ്റിയത് നമ്മളിപ്പോൾ ഈ CPM-ന്റെ പരാജയവുമായി ബന്ധപ്പെട്ട് CPM തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് പോകും എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കേന്ദ്ര കമ്മിറ്റി നടത്തിയ ചില സമാന്തരമായ ചില എൻക്വയറികളിൽ കുറ്റക്കാരാരാണ് എന്നുള്ളത് കൃത്യമായി കണ്ടെത്തുകയും അവർക്കെതിരെ കർശനമായ നടപടി വേണം എന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ അടക്കം പങ്കെടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വെച്ച് ഇത് ചർച്ചയാവുകയും EP ജയരാജനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുകയൊക്കെ ചെയ്തു എന്നുള്ളത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്, വാർത്തകൾ വന്നതാണ്. പക്ഷേ EP ജയരാജനും നമ്മുടെ സംസ്ഥാന നേതൃത്വവും ഈ MB ഗോവിന്ദ മാഷൊക്കെ ഈ വാർത്ത സത്യസന്ധമല്ലെന്നും ഇത് മാധ്യമ സൃഷ്ടിയാണെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും EP ജയരാജനെതിരെ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള കാർമേഘങ്ങൾ നേരത്തെ തന്നെ ഉരുണ്ടുകൂടിയിരുന്നു. നമുക്കറിയാം, അതായത് ഇലക്ഷൻ സമയത്ത് BJP അനുകൂല പ്രസ്താവനകൾ നടത്തുകയും BJP നേതാക്കന്മാരുമായി, അതായത് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ എന്ന ദേശീയ നേതാവാണ്, അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയൊക്കെയാണ്. അദ്ദേഹത്തിനുമായി ഒരു കൂടിക്കാഴ്ച നടത്തി, അതായത് തിരുവനന്തപുരത്ത് EP ജയരാജന്റെ മകന്റെ പേരിലുള്ള ഫ്ളാറ്റിൽ വെച്ച്, ആക്കുളത്തുള്ള മകന്റെ പേരിലുള്ള ഫ്ളാറ്റിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ചയൊക്കെ നടത്തിയത്. അപ്പം അതിന് ഇലക്ഷന്റെ അന്ന്, അതിന്റെ തലേന്നൊക്കെ ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നതും. ഇലക്ഷന്റെ അന്ന് രാവിലെ പത്രക്കാരോട് ഈ പിണറായി വിജയൻ ഈ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുടെ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ CPM-നെ തന്നെ ജനങ്ങൾക്കിടയിലുണ്ടായ അപ്രീതി ഏറ്റവും കൂടുതൽ അതിൻ്റെ രൂക്ഷാവസ്ഥയിലേക്ക് വരുന്ന ഒരു പ്രസ്താവനയായിരുന്നു EP ജയരാജൻ താൻ കണ്ടിട്ടുണ്ട് എന്നും, എന്നാൽ ഒരു സാധാരണ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. അപ്രതീക്ഷിതമായി എൻ്റെ വീട്ടിലേക്ക് വിവാദ ദല്ലാൾ നന്ദകുമാർ ജാവ്ദേക്കറുമായി വരികയായിരുന്നു എന്നും, ഞാനുമായി 10 മിനിറ്റ് നേരം ഒരു ചായ കുടിച്ചുള്ളൊരു സൗഹൃദ സംഭാഷണം മാത്രമാണ് നടന്നിട്ടുള്ളതെന്ന് പറയും. നമുക്ക് കുറച്ചുകൂടി വിശദമായ ഒരു വെളിപ്പെടുത്തൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയിരുന്നത് തൃശ്ശൂർ രാമനിലയത്തിൽ വെച്ചിട്ട് EP ജയരാജനുമായിട്ട് വേറൊരു കൂടിക്കാഴ്ച നടന്നിരുന്നു എന്നും, അത് BJP-യിലേക്ക് ചില നേതാക്കന്മാർ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് അന്ന് നടന്നതെന്നുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തി. ഇത് CPM-ലും അതുപോലെ തന്നെ LDF-ലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്ക് വഴിവെക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് ആക്കം കൂട്ടുന്നതായിരുന്നു നമുക്കറിയാം. ഇപ്പം അന്ന് തെരഞ്ഞെടുപ്പിന്റെ അന്ന് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? ശിവൻ പാപികളുടെ കൂടെ പോയാൽ ശിവനും പാപിയായിടും എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ EP ജയരാജന് നിങ്ങൾക്കറിയാമല്ലോ, EP ജയരാജൻ ഇത്തരത്തിലുള്ള ചില ആളുകൾക്കായിട്ട് നേരത്തെ തന്നെ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതിൽ കൃത്യമായൊരു കുത്തുകൂടി ഉണ്ടായിരുന്നു. കാരണം ദേശാമാന്യന്റെ ജനറൽ മാനേജർ ആയിരിക്കുന്ന സമയത്താണ് വിവാദ ലോട്ടറി രാജാവായ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ നിന്നും ഇദ്ദേഹം 2 കോടി രൂപ ദേശാമാനി ഫണ്ടിലേക്ക് മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദം ഉണ്ടാവുകയും പിന്നീട് ആ പണം തിരിച്ചു നൽകേണ്ടി വരികയും CPM-ൽ തന്നെ വലിയ കലാപം ഉണ്ടാവുകയും ജയരാജനെ തൽക്കാലം ആ സ്ഥാനത്ത് നിന്നൊക്കെ മാറ്റി നിർത്തുകയൊക്കെ ഉണ്ടായി. പക്ഷേ അന്ന് വളരെ ശക്തനായ പിണറായി EP ജയരാജനെ സംരക്ഷിച്ചു നിർത്തുകയും EP-ക്ക് കുറച്ചുകൂടി കൂടുതൽ പ്രാധാന്യം പാർട്ടിയിൽ കൈവരുകയൊക്കെ ചെയ്യുന്ന ചിത്രം നമ്മൾ കണ്ടത്. ദീർഘകാലം ഈ CPM-ൽ ഉണ്ടായിരുന്ന VS പിണറായി യുദ്ധത്തിനിടയിൽ പിണറായി പക്ഷത്തിന് കൂടുതൽ നേതാക്കന്മാരെ എത്തിച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ മലപ്പുറം സമ്മേളനത്തിലും കോഴിക്കോട് സമ്മേളനത്തിലൊക്കെ CPM-ന്റെ സംസ്ഥാന സമ്മേളനങ്ങളിൽ പിണറായി വിജയന് പാർട്ടി പിടിക്കാനുള്ള സൗകര്യമൊരുക്കിക്കൊണ്ടായിരുന്നു EP ജയരാജൻ കൂടുതൽ ശക്തനായെന്നറിയാം. EP ജയരാജന്റെ ഒരു ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് എല്ലാ കാലത്തും അദ്ദേഹം ഈ പാർട്ടിയിൽ വലിയ സമരങ്ങൾ നടത്തിയ നേതാവായ ആളല്ല നമുക്കറിയാം. പലപ്പോഴായിട്ട് പല നേതാക്കന്മാരുടെയും ആളായി നിൽക്കുകയൊക്കെ ചെയ്തു. CPM-ൽ ഇദ്ദേഹം യുവജന പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരുന്നത് അന്ന് ഉഗ്രപ്രതാപിയായ, മലബാറിൽ മാത്രമല്ല അന്ന് കേരളത്തിൽ തന്നെ
CPM-ൽ ഉഗ്രപ്രതാപിയായിരുന്ന MP രാഘവന്റെ ശിഷ്യനായിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. ഒരു വേള ഇദ്ദേഹം പാർട്ടി പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ചിട്ട് ഈ ജീവിക്കാൻ കുറച്ചും കൂടി വലിയ മാർഗങ്ങൾ തന്നെയായി. അന്ന് കേരളത്തിലെ എല്ലാ യുവാക്കളും ഗൾഫിൽ പോയി പണമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു. മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും ദുബായിൽ പോവുക അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു. അന്ന് നമ്മളെ മലബാർ ഏരിയ എന്നുള്ള പല ആളുകളും ബോംബെയിൽ പോയി തമ്പടിക്കുകയും ബോംബെയിൽ നിന്നും പണം കൊടുത്ത് പിന്നീട് ദുബായിലേക്കുള്ള വിസ സംഘടിപ്പിച്ച് അത് അങ്ങനെയൊക്കെയാണ് ജീവിതം മെച്ചപ്പെടുത്തിയിരുന്നത്. ഇതേ മാർഗത്തിൽ തന്നെ MP രാഘവനുമായിട്ട് തെറ്റുകയും അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും ഇദ്ദേഹം ജയരാജൻ നേരെ ബോംബെയിലേക്ക് പോവുകയും ചെയ്തു. ഈ സമയത്ത് ഈ ജയരാജൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഇവിടുന്ന് അന്ന് ടെലഗ്രാമിന്റെ കാലമാണ്. ടെലഗ്രാം അടിച്ചു വരുത്തിയാണ് MP രാഘവൻ ഈ ജയരാജനെ തിരിച്ച് കണ്ണൂരിലേക്ക് കൊണ്ടുവരികയും കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കുകയും പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആക്കുകയും പിന്നെ നമുക്കറിയാം അദ്ദേഹം DYFIന്റെ നിർമ്മൻ ചക്രവർത്തി സെക്രട്ടറി ഇദ്ദേഹം പ്രസിഡന്റ് ഒക്കെ ആയിക്കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവൊക്കെ ആയി മാറുന്നു. ആ സമയത്ത് രാഘവന്റെ കൂടെ നിന്ന EP ജയരാജൻ പിന്നീട് രാഘവനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന ഘട്ടമാവുമ്പോഴേക്കും രാഘവനുമായിട്ട് അകലുകയും അദ്ദേഹം മറ്റൊരു പക്ഷത്തേക്ക് മാറുകയൊക്കെ ചെയ്തു. പിന്നീട് ഈ പാർട്ടിയിൽ ഏറ്റവും കരുത്തനായിരുന്ന VS-ന്റെ ഏറ്റവും വലിയ അടുപ്പക്കാരനായി മാറുന്ന ചിത്രം നമ്മൾ കണ്ടത്. ഇപ്പം അദ്ദേഹം CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് മെഷീൻ കല്ല് വെട്ടുന്നതിനെ കുറിച്ച് CPM-ന്റെ ഇടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും മെഷീൻ കല്ലിനെതിരെ ഈ CITU സമരം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത സമയത്താണ് EP ജയരാജൻ പുതിയ വീടുണ്ടാക്കുകയും അന്ന് 5 ലക്ഷത്തിനും 6 ലക്ഷത്തിനൊക്കെ ആളുകൾ വീടുണ്ടാക്കിയിരുന്ന സമയത്ത് 28 ലക്ഷം രൂപ ചെലവഴിച്ച് EP ജയരാജൻ വലിയ മാർബിളൊക്കെ പതിച്ച് ഈ വെട്ടുകല്ല് ഉപയോഗിച്ചുകൊണ്ട് വീട് പണിതു എന്നുള്ള വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കുകയും CPM-ൽ തന്നെ അദ്ദേഹത്തിന് നടപടി ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭൂരിപക്ഷവും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അന്ന് ഈ സാക്ഷാൽ VS കണ്ണൂരിലെത്തുകയും ഈ യോഗത്തിൽ നേരിൽ പങ്കെടുക്കുകയും EP ജയരാജനെതിരെ ഒരു നടപടിയും പാടില്ല എന്ന് പ്രഖ്യാപിച്ചു ചെയ്തു. പക്ഷെ അന്ന് VS അന്ന് ഈ ഇദ്ദേഹത്തിന്റെ ആള് മാത്രമല്ല പിണറായിയുടെയും കൂടി അടുത്ത ആളായിരുന്നത് കൊണ്ട് പിണറായിയെ പോലുള്ള നേതാക്കന്മാർ ഈ നടപടിയുമായി മുന്നോട്ട് പോവേണ്ടതില്ല എന്നുള്ള വാദിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് EP ജയരാജൻ പിന്നെയും പാർട്ടിയിൽ കരുത്തനാകുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഈ പിണറായി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ VS പിണറായി വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന സമയത്ത് പിണറായിയുടെ ഏറ്റവും അടുപ്പക്കാരനായി മാറുന്ന ചിത്രമാണ്. പിന്നീട് ഇങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മൊത്തം പലപ്പോഴും പലതരത്തിലുള്ള വിവാദങ്ങളിൽ പെടുമ്പോഴൊക്കെ അദ്ദേഹത്തിന് സംരക്ഷകനായി കൂടെ നിർത്തുകയും ഈ പലതരത്തിലുള്ള ഈ ഇടപാടുകൾക്കൊക്കെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഒരു നേതാവായിട്ടാണ് നമുക്ക് EP-യെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഈ സാന്റിയാഗോ മാർട്ടിന്റെ വിഷയം പറഞ്ഞു. ആ സമയത്ത് ഇദ്ദേഹത്തിനെതിരെ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ വിവാദങ്ങളുണ്ടായി. അദ്ദേഹത്തിന് കർശനമായ നടപടി സ്വീകരിക്കണം, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വിവിധങ്ങളായ ആവശ്യങ്ങൾ പാർട്ടിയിൽ ഉയർന്നെങ്കിലും ജയരാജനെതിരെ പ്രത്യേകിച്ചൊരു നടപടി ഉണ്ടായില്ല എന്ന് നമ്മൾ കാണണം. അപ്പം പിന്നീട് മട്ടന്നൂരിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, MLA ആകുന്നു. സെക്കൻഡ് ടൈം വീണ്ടും മട്ടന്നൂരിൽ നിന്ന് മത്സരിക്കുന്നു, അദ്ദേഹം MLA ആയി. ഇതാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയാവുന്നു. അങ്ങനെയാ പറഞ്ഞത്. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അദ്ദേഹം വ്യവസായ വകുപ്പിന്റെ ചുമതലയാവുന്നു. ഇവിടെയാണ് വീണ്ടും വിവാദം ഉണ്ടാകുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരിയാണ് PK ശ്രീമതി. മുൻ മന്ത്രിയും MP-യും ഒക്കെ ആയിരുന്ന PK ശ്രീമതി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചേച്ചിയാണ്. ഈ PK ശ്രീമതിയുടെ മകനെ സുധീർ നമ്പ്യാറിനെ ഇദ്ദേഹം വ്യവസായ വകുപ്പിൽ വളരെ ഉന്നതമായ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുന്നതോടുകൂടിയാണ് വീണ്ടും പാർട്ടിയിൽ വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈ സുധീർ നമ്പ്യാറെ നിയമിച്ചത് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായപ്പോൾ ഇദ്ദേഹത്തിനോട് പിണറായി വിജയൻ രാജി ആവശ്യപ്പെടുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പിണറായി അതുപോലെ തന്നെ ഈ ജയരാജൻ തമ്മിൽ ബന്ധത്തിൽ ചെറിയ വിള്ളലുണ്ടാക്കുകയും തന്നെ ആരും സംരക്ഷിച്ചില്ലെന്നും, അതായത് മറ്റ് പല ഘടകകക്ഷികളുടെ നേതാക്കന്മാർക്ക് മന്ത്രിമാർക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ പാർട്ടി അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചെന്നും, തനിക്കെതിരെ ഉണ്ടായ ഒരു ആരോപണത്തിൽ അതായത് മറ്റൊരു പാർട്ടിയുടെ സമുന്നതയായ നേതാവിൻ്റെ മകനെയാണ് ഈ നിയമിച്ചതെന്നും അതുകൊണ്ട് ഇത്തരം ഒരു വിവാദത്തിൽ തന്നെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നില്ല പിണറായിയും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവും സ്വീകരിച്ചത്. അത് അന്ന് കോടിയേരി ബാലകൃഷ്ണൻ വളരെ ശക്തനായിരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്ന കാലമാണ്. അപ്പൊ കോടിയേരി ബാലകൃഷ്ണനും ഇദ്ദേഹം തമ്മിൽ ദീർഘകാലമായി അടുപ്പത്തിലെല്ലാം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ കോടിയേരിയുടെ ശക്തമായ നിലപാട് കാരണമാണ് അദ്ദേഹത്തിന് അന്ന് രാജിവെക്കേണ്ടി വന്നത്. ഇത് പിന്നീട്
കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ ഇദ്ദേഹം കോടിയേരിക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് കാണും. ഇത് ഇവർ കൊണ്ടും കൊടുത്തുമാണ് കുറെ കാലമായിട്ട്. കണ്ണൂരിലെ 2 നേതാക്കന്മാരാണ്, മാത്രമല്ല 2 നമ്പ്യാന്മാരായതുകൊണ്ടും ഇവർ നമ്പ്യാർ കലാപമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പാർട്ടിയിൽ കുറെ കാലമായിട്ടുണ്ടായിരുന്നത്. അതല്ല, ഇതിനകത്ത് ഇപ്പോൾ വേറൊരു കാര്യം കൂടെ എന്താ വെച്ച് കഴിഞ്ഞാൽ CPM-ന് സാമ്പത്തികമായിട്ട് CPM വളരെ സുരക്ഷിതമായ ഒരു തട്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ CPM-ന് സാമ്പത്തികമായ ഉന്നതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് EP ജയരാജന്റെ ഒരു സംഭാവന എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ അല്ല. നമ്മളിൽ കാണേണ്ടത് CPM-നെ സംബന്ധിച്ചുള്ളത് CPM-ന്റെ ഒരു ഫണ്ട് സ്വരൂപിക്കുക എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ EP-ക്ക് മാത്രമല്ല, അത് CPM-ന്റെ എല്ലാ നേതാക്കന്മാരും വിചാരിച്ചാലും ഫണ്ട് കൃത്യമായി സ്വരൂപിക്കാനൊക്കെ പറ്റും. പക്ഷേ EP ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കടന്ന് EP-ക്ക് കൂടി ഗുണകരമാവുന്ന രീതിയിലുള്ള ഒരു ഫണ്ട് ശേഖരണ സ്വഭാവമാണ് കാണിച്ചതെന്നുള്ളതാണ്. ഇപ്പൊ EP-ക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം എന്താണ്? അദ്ദേഹത്തിന്റെ മകന്റെ നേതൃത്വത്തിൽ വൈദേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാപ്പനശ്ശേരിക്കടുത്ത് ഒരു വലിയൊരു കുന്നിടിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ കണ്ടൽക്കാടും കുന്നുകളൊക്കെ ഇടിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇദ്ദേഹത്തിന്റെ മകൻ അവിടെ വലിയൊരു റിസോർട്ട്, ആയുർവേദ റിസോർട്ട്, വലിയ റിസോർട്ടാണത്, ശരിക്കും 5 സ്റ്റാർ സെറ്റപ്പിലുള്ള വലിയ റിസോർട്ട് പണിയുകയാണ്. അപ്പൊ ഈ റിസോർട്ടിന് ഉള്ള പണം യഥാർത്ഥത്തിൽ എവിടെ നിന്ന് വന്നൊന്നും ഇതിന്റെ ഫണ്ട് സ്രോതസ് വ്യക്തമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയിൽ ഈ വിഷയം ഉന്നയിച്ചതാരാണ്? ഈ കണ്ണൂരിലെ തന്നെ മറ്റൊരു ജയരാജനായ P ജയരാജനാണ്. അപ്പോൾ P ജയരാജൻ ഉന്നയിച്ച ഈ ആരോപണം വലിയ രീതിയിൽ പാർട്ടിയിൽ കത്തിപ്പിടിക്കുകയും ഇത് ജയരാജനെതിരെയുള്ള വലിയ ആരോപണമായി മാറുകയൊക്കെ ചെയ്തു. ഇതും ജയരാജന്റെ രാഷ്ട്രീയ ഭാവിയിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരുന്നു നമുക്ക് കണ്ടിട്ട്. ഈ റിസോർട്ടാണ് പിന്നീട് നിരാമയ എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള നിരാമയ എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനിക്ക് ഇതിന്റെ നടത്തിപ്പ് അവകാശം കൈമാറിക്കൊണ്ട് ജയരാജൻ മറ്റൊരു ബന്ധം കൂടി തനിക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്തൊക്കെ ഈ ബന്ധം വലിയ രീതിയിൽ ചർച്ചയായി എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പം ജയരാജന്റെ പേരിൽ എല്ലാ കാലത്തും വിവിധങ്ങളായ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പം ഒരു വേള പാർട്ടിയിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഇദ്ദേഹം മട്ടന്നൂരിൽ വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പാർട്ടി 2 ടേം പൂർത്തിയാക്കിയവർക്ക് പിന്നീട് അവസരം കൊടുക്കേണ്ടതെല്ലാം തീരുമാനം എടുത്തതിൻ്റെ പേരിലാണ് മട്ടന്നൂർ സീറ്റ് ഇദ്ദേഹം മാറുകയും അവിടെ മുൻ മന്ത്രി KK ശൈലജ മത്സരിക്കുകയും KK ശൈലജ വലിയ ഭൂരിപക്ഷം ജയിക്കുകയും ചെയ്തു. KK ശൈലജ മന്ത്രി ആവാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ EP ജയരാജന് യഥാർത്ഥത്തിൽ അവരോടുള്ള വ്യക്തിപരമായ വിദ്വേഷമാണെന്നുള്ളത് നമ്മൾ കാണേണ്ടത്. ഇപ്പൊ കണ്ണൂരിലെ നേതാക്കന്മാർ തമ്മിലുണ്ടായ ഇത്തരത്തിലുള്ള വലിയ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും, ഇവർ പാർട്ടിക്ക് പുറത്തല്ല പോരാടിയിരുന്നത്, പാർട്ടിയിലെ നേതാക്കന്മാർ തമ്മിലാണ് ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം KK ശൈലജയെ യഥാർത്ഥത്തിൽ പിണറായി മാത്രമല്ല തടഞ്ഞത്, EP ജയരാജനും അവർ മന്ത്രിസ്ഥാനത്തേക്ക് വീണ്ടും 2ാമത് വരുന്നതിന് ശക്തമായി തടുത്തിരുന്നു എന്ന് നമ്മളിൽ കാണുന്നുണ്ട്. അപ്പം ഈ മട്ടന്നൂർ സീറ്റ് കിട്ടാത്തതും 2ാം പിണറായി സർക്കാരിൽ ഇദ്ദേഹത്തിന് മന്ത്രി ആവാൻ പറ്റാത്തതൊക്കെ വലിയ വിഷമമായി കൊണ്ട് നടക്കുന്ന സമയത്താണ് കോടിയേരി ബാലകൃഷ്ണൻ അസുഖബാധിതനായി പാർട്ടി ലീവ് എടുക്കുന്നത്. അപ്പൊ ഇതേ സമയത്ത് യഥാർത്ഥത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള ചില പ്രസ്താവനകളൊക്കെ EP പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പിണറായി തയ്യാറായില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയം. ഈ സമയത്ത് അന്ന് LDF കൺവീനറായിരുന്ന വിജയരാഘവനിലാണ് ഈ പാർട്ടിയുടെ സെക്രട്ടറിയുടെ അധിക ചുമതല പോകുന്നത്. അപ്പം ഈ ജയരാജൻ കരുതിയത് മന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും അതേപോലെ തന്നെ മട്ടന്നൂർ സീറ്റ് നിഷേധിക്കപ്പെടുകയും ചെയ്തതോടുകൂടി കോടിയേരി എന്തായാലും ഈ സ്ഥാനം ഒഴിയും എന്നുള്ളത് സൂചനകൾ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ കോടിയേരി പിന്നീട് ഈ ചാർജിലേക്ക് വീണ്ടും തിരിച്ചു വരികയും ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം അദ്ദേഹം സമയത്താണ് കണ്ണൂരിൽ വെച്ചിട്ട് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ഇപ്പൊ ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് കുറച്ച് നിർജീവാവസ്ഥയിലായിരുന്ന EP-ക്ക് പാർട്ടി കോൺഗ്രസിന്റെ ചില ചുമതലകൾ നൽകുകയും അതിന്റെ കോർഡിനേഷനൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് വീണ്ടും പാർട്ടിയിൽ വലിയ തലപ്പത്തേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലെത്തും. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നില്ല. അന്ന് MV ഗോവിന്ദനായ താൽക്കാലിക ചുമതല കൊടുക്കുന്നു. പിന്നീട് MV ഗോവിന്ദ മാഷ് പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നു. അപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പിന്നീട് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വരുന്നു, പിന്നെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നു, കേന്ദ്ര കമ്മിറ്റി അംഗമൊക്കെ ആയി മാറിയ EP കരുതിയിരുന്നതെന്ന് പറഞ്ഞാൽ കണ്ണൂരിൻ്റെയും പാർട്ടിയുടെയും ചില രീതികൾ വെച്ചിട്ട് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി വരുന്നവരാണ് പിന്നീട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഒരു കീഴ്വഴക്കം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ജൂനിയർ പാർട്ടി നേതാവായിരുന്ന MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആവുന്നതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ EP-യുടെ രാഷ്ട്രീയ കരിയറിന് നിഴൽ വീഴുന്നതും കരിനിഴലായി മാറുന്നതും നമ്മളിൽ കാണേണ്ടതുണ്ട്. EP ജയരാജന്റെ മുമ്പോട്ടുള്ള രാഷ്ട്രീയ ഭാവി എന്താ? അദ്ദേഹം ഒരു പക്ഷേ CPM-ന് എതിരായിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ CPM വിട്ടുപോകാനോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധ്യതകൾ കാണുന്നുണ്ട്? ഞാൻ പറഞ്ഞല്ലേ, ഇദ്ദേഹം ഗൾഫിലൊക്കെ പോയി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. പക്ഷേ തിരിച്ചു വന്ന് അദ്ദേഹത്തെ എല്ലാ കാലത്തും സമ്പത്തിനെയും ആഡംബര ജീവിതത്തെയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു.
അതുപോലെ തന്നെ ഈ പൊങ്ങച്ചൊക്കെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം എല്ലാ കാലത്തും എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം പറയും, എനിക്ക് പാർട്ടിയാണ് വലുത് എന്നും മറ്റൊന്നുമല്ല ഞാൻ പരിഗണിക്കുന്നത്, പാർട്ടിയെ മാത്രം സ്നേഹിച്ച് പാർട്ടിക്ക് വേണ്ടി മാത്രം ഇത്രയും കാലം ജീവിച്ച ഒരാളാണെന്നും തൻ്റെ ജീവിത സന്ദേശവും ജീവിത ഉദ്ദേശവും ഒക്കെ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിലും അല്ലെങ്കിൽ ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി എൻ്റെ ജീവിതം പൂർണ്ണമായും ബലികഴിച്ചു എന്നൊക്കെ വലിയ പ്രസ്താവനയ്ക്ക് ഇറക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ സംഭവിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇപ്പോൾ യഥാർത്ഥത്തിൽ സമ്പന്നനാണ്. അദ്ദേഹം അത്തരത്തിൽ തന്നെ ജീവിതം നയിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് പാർട്ടിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം പാർട്ടിക്ക് വലിയ തലവേദനയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ജയരാജന്റെ മുന്നോട്ടുള്ള പോക്കെന്നും കൂടി നമ്മളിൽ കാണുന്നത്. ഇതിനകത്ത് ഈ ഇ.പി. ജയരാജനെ സംബന്ധിച്ച് ഇ.പി. ജയരാജൻ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്തും LDF കൺവീനറായിട്ടിരിക്കുന്ന സമയത്തും ഒരുപാട് മണ്ടത്തരങ്ങൾ എഴുന്നള്ളിച്ചു. അല്ല, അതുണ്ട്. ഇപ്പൊ മുഹമ്മദ് അലി അദ്ദേഹം മന്ത്രിയായിരിക്കും, സ്പോർട്സിന്റെ കൂടി ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് അലിയുമായി ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, ഇതിങ്ങനെ ഒരുപാട് വിവാദങ്ങളുടെ തോഴനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇ.പി. ജയരാജൻ ഒരിക്കലും വലിയ സമരങ്ങൾ നയിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ ജയിൽവാസം അനുഷ്ഠിച്ചതിന്റെ ഒന്നും പേരിലായിരുന്നില്ല ജയരാജൻ എല്ലാ കാലത്തും നേതാവായിരുന്നു. ഇപ്പം ഈ പാർട്ടി കോൺഗ്രസിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് ആന്ധ്രയിൽ വെച്ചിട്ട് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെടിയേറ്റു എന്നുള്ള സാധനമാണല്ലോ പിന്നീട് ഇ.പി. ജയരാജൻ എല്ലാ കാലത്തും ഉയർത്തി കാട്ടിയിരുന്നത്. ഇപ്പം കെ സുധാകരൻ കോൺഗ്രസിന്റെ അക്കാലത്തെ ഏറ്റവും ബദ്ധവൈരിയായിരുന്ന കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഗുണ്ടകളെ അയച്ച് ആന്ധ്രയിൽ വെച്ച് ഇദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളൊരു വലിയൊരു ആരോപണമാണ്. ദീർഘകാലം ജയരാജൻ വെടിയുണ്ടോമായാണ് ഞാൻ ജീവിക്കുന്നതെന്നും എനിക്ക് രാത്രികളിൽ ഉറങ്ങാൻ പറ്റുന്നില്ലെന്നും എന്നൊക്കെ, കഴുത്തിൽ വെടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അത് ഈ സുധാകരൻ തന്നെ വെല്ലുവിളിക്കൊക്കെ ചെയ്യുന്നുണ്ട്. എവിടെയാണ് വെടിയുണ്ട, അതൊന്ന് സ്കാൻ ചെയ്ത് കാണിക്കും, അങ്ങനെയാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാം. താങ്കളുടെ ശരീരത്തിൽ വെടിയുണ്ട ഇല്ല എന്നറിഞ്ഞാൽ താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തയ്യാറാവോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നീട് വെടിയുണ്ടയുടെ കാര്യം പറയാം. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു വധശ്രമം ഈ ജയരാജനെതിരെ ഉണ്ടായി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയിൽ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നുള്ളൊരു വലിയ പരിഗണന കിട്ടിയിരുന്നു. അതല്ല, ഇത് എനിക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം 3 മാസത്തോളം കഴിയാൻ പോവുകയാണ്. ഈ 3 മാസം കഴിയുന്ന സമയത്ത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും വളരെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രമുഖരിലേക്ക്, ഇപ്പം മുകേഷ് MLA അടക്കമുള്ള ആളുകളിലേക്ക് ആരോപണങ്ങൾ നീളുന്നു. ഒരുപക്ഷെ അറസ്റ്റിലേക്ക് വരെ നീങ്ങാവുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അദ്ദേഹം വെക്കണമെന്നുള്ളൊരു ആവശ്യം ഉയരുന്നു. ഇത് അസമയത്തുള്ള ഒരു പുറത്താക്കലായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഇത് അസമയത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം CPM-നെ സംബന്ധിച്ചോ CPM-നെല്ലാം ഒരു രീതിയുണ്ട്. ആ രീതി വെച്ചേ പോകാൻ പറ്റും. ഇപ്പം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കർശനമായ തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഇവിടെ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ പാർട്ടി നടപടികളിലേക്ക് ശുപാർശ ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞാൽ ഉറപ്പായും നിലവിൽ അദ്ദേഹം LDF-ന് കൺവീനറാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്ന ഒരു നേതാവിനെതിരെ പാർട്ടി തല നടപടിയെടുക്കുക എന്ന് പറയുന്നത് പ്രതിപക്ഷ കക്ഷികൾ വലിയ ആയുധമാക്കി കൊണ്ടുവരും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അന്ന് കർശനമായ നിലപാട് സ്വീകരിക്കുക. എങ്കിൽ പോലും അന്ന് തന്നെ താക്കീതുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ആരോപണം ഉണ്ടായിരിക്കുന്നത് ഇ.പി.ക്കെതിരെ. അതായത് ഈ BJP നേതാക്കളുമായി രഹസ്യ ചർച്ച നടത്തിയെന്നും അദ്ദേഹവും മറ്റു ചില നേതാക്കന്മാരും ഒക്കെ BJP-യിലേക്ക് ചേരാൻ വേണ്ടിയുള്ള ഒരു ചർച്ച ഏറ്റവും അവസാന ഘട്ടത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ വെളിപ്പെടുത്തലിനൊന്നും അദ്ദേഹം വ്യക്തമായൊരു മറുപടിയല്ല പറഞ്ഞത്. മാധ്യമങ്ങളെയും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനൊക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന ചില പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. മാത്രമല്ല, അദ്ദേഹത്തിന് ഈ വിവാദ ദല്ലാളായ നന്ദകുമാറുമായിട്ട് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത്തരത്തിൽ ബന്ധം ഉണ്ടായിരുന്നില്ല എന്നും എനിക്ക് അത്ര വലിയ പരിചയമില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നന്ദകുമാറിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഈ ജന്മശതാബ്ദിയൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം അമ്മയ്ക്ക് പൊന്നാട അണിയിക്കാനൊക്കെ എത്തിയതും അതുപോലെ തന്നെ നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ഈ വെണ്ണലയിലുള്ള അമ്പലത്തിലെ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ അതിൽ മുഖ്യാതിഥിയെ പങ്കെടുക്കാനൊക്കെ ജയരാജൻ വന്നിരുന്നുവെന്നും ജയരാജനും ഈ വിവാദ ദല്ലാളായ നന്ദകുമാറും ഒരുമിച്ച് ഡൽഹിയിലേക്ക് പോയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായ സാഹചര്യത്തിൽ CPM യഥാർത്ഥത്തിൽ വലിയ പ്രതിരോധത്തിലായ സംഭവമാണ് അത്തരം വെളിപ്പെടുത്തൽ. അപ്പോൾ പ്രതിപക്ഷം വളരെ ശക്തമായി ഉന്നയിച്ചിരുന്നത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട പലതരത്തിൽ അഴിമതി കേസുകൾ ഒതുക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസിയിൽ നിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ CPM-നും BJP-ക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുകയാണ്, ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയാണെന്നും ഉള്ള വലിയ ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CPM-ന് ഇനി വരുംകാലത്ത് വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ ക്ഷീണമാകുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ പോലും ഇ.പി. നടത്തിയിരുന്നു. അതായത് BJP-യുടെ നേതാക്കന്മാർ, അതായത് ഈ ഇലക്ഷനിൽ ഉള്ള സ്ഥാനാർത്ഥികളെല്ലാം മിടുക്കന്മാരാണെന്നും കൊള്ളാവുന്നവരാണെന്നും
ഈ മറ്റ് സ്ഥാനാർത്ഥികൾ പലരും ഒന്നിനും കൊള്ളാത്തവരാണെന്നൊക്കെയുള്ള CPM തമ്മിലുള്ള മത്സരം എന്ന് പറഞ്ഞു. അങ്ങനെ വിവിധങ്ങളായ പ്രസ്താവനകൾ നടത്തി എന്നുള്ളത് യഥാർത്ഥത്തിൽ CPM-നും ഇടതുപക്ഷത്തിന് ആകെ തന്നെ വലിയ തിരിച്ചടിയായിരുന്നു നമ്മുടെ ഇതിൽ കാണേണ്ടത്. അതുകൊണ്ട് ജയരാജനോട് യഥാർത്ഥത്തിൽ വലിയ കടപ്പാടുള്ള നേതാവാണ് പിണറായി വിജയൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം പിണറായിക്ക് വേണ്ടി പലതരത്തിലുള്ള പല ഇടനിലകളും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാർട്ടിയെ പൂർണ്ണമായും പിണറായിക്ക് വേണ്ടി പിടിച്ചു കൊടുത്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. പിണറായി പക്ഷത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത പാർട്ടിയുടെ പടനായകനായിരുന്നു എന്നും, അതുകൊണ്ട് പലരെയും ഇടഞ്ഞു നിന്നിരുന്ന, പിണറായിയായിട്ട് അടഞ്ഞു നിൽക്കുകയും BS-ഉമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്ത പല നേതാക്കന്മാരെയും പലതരത്തിൽ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയൊക്കെ പിണറായി പക്ഷത്ത് എത്തിച്ചതിൽ വലിയ നിർണായകമായ പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് EP ജയരാജൻ. അതുകൊണ്ട് പിണറായിക്ക് ഒരിക്കലും ഇദ്ദേഹത്തെ തള്ളി പറയാൻ പറ്റില്ല. പക്ഷേ പാർട്ടിയിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഇക്വേഷൻ ഉണ്ടായ മാറ്റവും ഈ മന്ത്രിയായിരിക്കുന്ന VN വാസവൻ വലിയ ശക്തിയായി മാറുകയും പാർട്ടിയിൽ യഥാർത്ഥത്തിൽ രണ്ടാമൻ ആര് എന്നുള്ള ചോദ്യത്തിന്, ഈ മന്ത്രിസഭയിൽ രണ്ടാമൻ ആര് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം VM വാസവനാണ് എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയേക്കാൾ ഏറെ പവറുള്ള നേതാവായി VN വാസവൻ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് SNDP പോലുള്ള വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള സാമുദായിക സംഘടനകളുടെ വലിയ പിന്തുണ കൂടി ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുക മാത്രമല്ല, പാർട്ടിയിൽ നിന്നും നടപടി ഉണ്ടാകാനുള്ള തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ. ചിലപ്പോൾ ഇന്നത്തെ ഈ പാർട്ടി സെക്രട്ടേറിയറ്റ് തന്നെ ഇദ്ദേഹത്തിനെതിരെ പാർട്ടി തല നടപടി കൂടി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ തീർച്ചയായും ഇപ്പൊ G സുധാകരനെ പോലെയൊക്കെ തരം താഴ്ത്തി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്താനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ളത് കൂടി നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട്. അപ്പം ജയരാജൻ യുഗം അവസാനിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൽ ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും CPM-നകത്ത് പൊട്ടിത്തെറികൾ അവസാനിക്കുന്നില്ല. CPM-നകത്ത് ഇനിയും പ്രശ്നമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ കൺമുമ്പിലേക്ക് എത്തുന്ന വാർത്ത പിണറായി വിജയനെതിരെയും നടപടി വരുന്നു എന്നുള്ളതായിരിക്കും. അങ്ങനെ ഒരു വാർത്തയുണ്ടായാൽ അത് CPM-ന് ഒരു ഉത്തേജനമായിരിക്കും എന്നുകൂടി പറയാതിരിക്കാൻ വയ്യ. ഏതൊക്കെയായാലും EP ജയരാജന്റെ രാഷ്ട്രീയ ജീവിതം ഇവിടെ അവസാനിക്കുന്നു എന്ന് തന്നെ കരുതണം. EP ജയരാജന്റെ രാഷ്ട്രീയ ജീവിതം ഇവിടെ അവസാനിക്കുന്നു എന്ന് തന്നെ വേണം EP ജയരാജന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും തൽക്കാലത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എത്ര മിനിറ്റ് ഉണ്ടോ? 2 മിനിറ്റ് കിട്ടും.